ഹലോ, നമുക്കിന്നൊരു മിനി വ്ലോഗ് ആയാലോ? സംഭവം വേറെ ഒന്നല്ല, നമ്മളൊന്ന് പുറത്തേക്ക് പോവാണ്. ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു 5 മണിയാകുമ്പോഴത്തേക്ക് റെഡിയായി നിൽക്ക്, നമുക്ക് എല്ലാവർക്കും ഒന്ന് പുറത്തേക്ക് പോകാന്ന്. ഫാമിലി ആയിട്ടാട്ടോ പോകുന്നത്. അങ്ങനെ ഫെല്ലൂനെല്ലാം റെഡിയാക്കിച്ച് ഞാൻ വേഗം തന്നെ 5 മണിയാകുമ്പോഴത്തേക്ക് കീനി തിന്നു. പക്ഷേ എന്നത്തെയും പോലെ ഞാൻ വേഗം കീനി നിൽക്കുമ്പോൾ ഹസ്ബൻഡ് വരുകയും ചെയ്യില്ല, അഥവാ ഞാൻ വേഗം കീനിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വരും. അങ്ങനെ 5 മണിക്ക് എത്തുമെന്ന് പറഞ്ഞാൽ 5:30 ആയിട്ട് എത്തിച്ചില്ല. പിന്നെ ഞാൻ സ്കാഫ് ആട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഷോൾ ഇങ്ങനെ ജസ്റ്റ് ചുറ്റലാണ്. പക്ഷേ സ്കാഫ് ചെയ്തിട്ട് എനിക്ക് വലിയ ബോറായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിനൊന്നും എനിക്ക് സ്കാഫ് കുത്തിയിട്ട് വൃത്തിയില്ല എന്നാ പറയുക. പക്ഷെ കുഴപ്പമില്ല, ബോറായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഹസ്ബൻഡ് വന്ന് നമ്മൾ ബോട്ട് കടവിലെത്തിയിട്ടോ. നമ്മൾ സംഭവം വെക്കേഷനൊക്കെ അല്ലേ, ഏകദേശം സ്കൂൾ തുറക്കാനായിട്ടുണ്ട്. പിന്നെ പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര പരാതി, ഗ്രൂപ്പിലൊപ്പം ചർച്ച ചെയ്യുന്ന എവിടെങ്കിലും പോകണം, നമ്മൾ മാത്രം വെക്കേഷനായിട്ട് ഏടി പോയിട്ടില്ല. പക്ഷേ പ്ലാനിങ്ങിനാണെങ്കിൽ ഒട്ടും കുറവില്ല, എന്നും ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പിൽ. അങ്ങനെ ഇത് പ്ലാനിങ് ഇല്ലാണ്ട് ചെയ്തൊരു പ്ലാനാണ്, പെട്ടെന്ന് തോന്നിയൊരു കാര്യം കേട്ടോ. പെട്ടെന്ന് ഒറ്റ മൈൻഡിൽ നിന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒറ്റ മൈൻഡിൽ തോന്നിയ കാര്യമാണ് ഇങ്ങനെ ബോട്ട് സവാരി ചെയ്യണം. ബോട്ടെത്തി, ബോട്ടിലെല്ലാം കയറി. അങ്ങനെ പിള്ളേരാണെങ്കിൽ ഫുൾ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് വൈബാക്കിയെന്ന്. ബോട്ടിലാണെങ്കിൽ ഫസ്റ്റ് ട്രിപ്പ് ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ അറിയുന്നത് ഇങ്ങനെ ഒരു ബോട്ട് സവാരി ഉണ്ട് എന്നൊക്കെ. ഇതാണെങ്കിൽ 1 മണിക്കൂറത്തെ യാത്രയാണ്. ഒരു പേഴ്സണിന് 100 രൂപയാണ് കേട്ടോ. നല്ല വേർത്തി ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. നല്ല റിലാക്സിങ്ങും ആണ്, അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു ഓപ്ഷനും ആണ് കേട്ടോ. അങ്ങനെ ഫെല്ലൂനും ഉമ്മാൻ്റെയിൽ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് പുറത്തിറങ്ങി. പുറത്താണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് നിങ്ങളുടെ പ്ലേസ് എന്നൊക്കെ. ഞാൻ ഈ കണ്ണൂർ മാട്ടൂൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താട്ടോ. നമ്മളെ മാട്ടൂലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പുറം ഇപ്പുറം ഫുൾ വെള്ളമാണ്, അപ്പുറം കടലാണെങ്കിൽ ഇപ്പുറം പുഴയുന്നു. നിങ്ങളെപ്പം മാട്ടൂലെല്ലാം വന്നിട്ടുണ്ടാ കമൻറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ജ്യൂസും ബിസ്ക്കറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ മാംഗോ ജ്യൂസ് ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1 അവർ ആവാനായതുകൊണ്ട് നമ്മുടെ ബോട്ട് തിരിച്ചു കേട്ടോ. രാത്രി കാണാനാണ് ശരിക്കും ഭംഗി, നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ സ്ഥലത്താനായിക്കൊണ്ട് തന്നെ പിള്ളേർക്ക് നല്ല ആവേശമായി. അങ്ങനെ അവർ ഫുൾ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈബാക്കി. പിന്നെ അവർ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു 1 മണിക്കൂറത്തെ യാത്രയാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫെല്ലു ആണെങ്കിൽ വീട്ടിൽ നിന്ന് വരുമ്പേ നല്ല ഉറക്കാന്ന്. പിന്നെ നമ്മളെ ബോട്ട് ഇങ്ങോട്ട് തിരിച്ചല്ലോ, പാട്ട് കേട്ടിട്ട് പോലും ഒളെണീച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബോട്ട് തിരിച്ചപ്പോഴാണ് ഒളെണീച്ചത് കേട്ടോ, ഒരു പകുതിക്കാകുമ്പോഴത്തേക്ക്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തി. ചെറുതോ വലുതാവട്ടെ നമ്മുടെ ഫാമിലീൻ്റെ ഒപ്പമുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. അകപ്പെങ്കിലെല്ലാം നമ്മൾ ചെയ്യും. പിന്നെ വെക്കേഷൻ ആയിട്ട് നിങ്ങൾ എവിടേക്കാണ് പോയത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Bye bye.